ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പയറും ചേനയും കൂടിയാണ് തോരൻ വെക്കുന്നത്. പിന്നെ പച്ചപ്പയറും 3 കൂട്ടം സാധനം കൊണ്ടാണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത് കേട്ടോ. ഇതിൽ ചേനയുണ്ട്, പച്ചപ്പയറും ഉണ്ട്. കടുകിടാം. കറിവേപ്പില, വൻപയറുണ്ട്, ചേനയുണ്ട്, അതുപോലെ തന്നെ 2-3 പച്ചപ്പയർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പ് മൂത്തിട്ടുണ്ട്, നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. തോരൻ ആയിട്ടുണ്ട്, വെന്ത് എല്ലാം റെഡി ആയതായിരുന്നു. പിന്നെ നമ്മൾ കടുക് വറുത്തു, തേങ്ങയും ചതച്ചിട്ട് പയറും ഇട്ടു. ഇപ്പം തന്നെ തോരൻ റെഡിയായി. ഇതിങ്ങനെ തോരൻ വെച്ചാൽ നല്ലതാട്ടോ. വൻപയർ, ചേന, അതുപോലെ തന്നെ വേറെ കായ, വൻപയർ, പച്ചപ്പയർ ഒക്കെ ഇട്ടിട്ട് തോരൻ വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എണീക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും 4 മണിക്ക് എണീക്കും, ഭക്ഷണങ്ങളുണ്ടാക്കും. വീട്ടിലുള്ള ഒരുപാട് ജോലികളുണ്ട്. അടിച്ചുവാരൽ, പാത്രം തേക്കൽ, കഴുകൽ, എല്ലാം തൂത്തുവാരി മിറ്റം പ്രദേശം എല്ലാം തൂത്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് സമയം കുറേയായി. ഉച്ചയായി. നമുക്കൊരു വിശ്രമം എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കില്ലല്ലോ. എപ്പോഴും പണി തന്നെയാണ്. പണിയെടുത്തെടുത്തെടുത്ത് നടുവൊടിഞ്ഞ് നമ്മളെവിടെ ഇരിക്കാൻ നോക്കുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും ഒന്ന് പറയുക. ചായ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, ഉണ്ടാക്കണ ഭക്ഷണം പോരാ, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി പെറുക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ച് ഊട്ടി നമ്മൾ ഇരിക്കുവേ. എന്നാലും നമുക്ക് കുറ്റം തീർന്ന സമയം ഉണ്ടാവില്ല. അതാണ് വീട്ടമ്മയുടെ ഒരു സ്വഭാവം. വെറും പണിക്കാരിയായിട്ട് മാത്രം കണക്കാക്കുന്ന ആൾക്കാരാണ്. വീട്ടമ്മ എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ അങ്ങനെയാണ് ഇന്നത്തെ ജീവിതം. ജീവിച്ച് തീർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യുക അല്ലേ? അതല്ലേ നല്ലത്. ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല. എപ്പോഴെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു പരാതി പരിഭവം പറയുക എന്നല്ലാതെ വേറെ ഒന്നും പറയാറില്ല. അപ്പം ആരോടും പറയാൻ നമുക്ക് സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഒന്നുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിലിങ്ങനെ പറയുന്നത്. ഓരോ ഭക്ഷണത്തിൻ്റെ പാകം ചെയ്യുമ്പം ആ കൂടെ ഞാനങ്ങ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളുമായിട്ട് ഓരോ ദിവസവും 4 മണിക്ക് എണീറ്റ് അങ്ങനെ ദിവസം അങ്ങനെ നീങ്ങി പോകുന്നു. അത്ര തന്നെയാണ് നമുക്കുള്ള വിശേഷങ്ങൾ. ആവോലി വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ എന്താണെന്നോ, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.
ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇടുന്നതൊക്കെ വലിയ ഹൈ ലെവലൊക്കെ എങ്ങനെ ഇടണേ, എന്താ ഇടേണ്ടത് ഒന്നും നമുക്കറിയില്ല. നമുക്ക് ഈ സാധാരണ അന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറൈറ്റി ഒന്നും, എന്തപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു വീടല്ലേ, വീട്ടിലിപ്പോൾ വെറൈറ്റി എന്താ, ഇതൊക്കെ തന്നെ വെറൈറ്റി. ഇത് നല്ല സൂപ്പർ മീനാണ്, ആവോലി. നല്ല പുതിയ ആവോലിയായിരുന്നു, നല്ല ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്ന പോലെ നല്ല പെട്ടക്കണ ആവോലി. അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു, അത് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര അടുക്കളയിൽ കിടന്ന് പണിയെടുത്താലും ഇല്ലേ ഒന്നും കാണാനുണ്ടാവില്ല. എടുത്ത പണി തന്നെ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കലല്ലേ നമ്മളെ പണി. രാത്രി 12 മണി ആയാലും തീരൂല. പാത്രം രാവിലത്തെ എല്ലാം ഉണ്ടാക്കി പെറുക്കി രാവിലെ ഭക്ഷണം, ഇഡ്ഡലിയാണ് ഇഡ്ഡലി, ദോശ, ചമ്മന്തി, ചട്ടണി, എന്തെല്ലോ സാധനങ്ങൾ ഇങ്ങനെ രാവിലത്തെ ഉണ്ടാക്കി, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉച്ചത്തേക്കുള്ളതായി. അപ്പോഴും നമുക്ക് അവിടെ ഒരു സമയം ഇല്ല, ഇരിക്കാനോ ഒരു മര്യാദയ്ക്ക് ഇരുന്നൊരു ചായ കുടിക്കാനോ സമയം നമുക്കില്ല. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ വൈകുന്നേരത്തെ കഴുകലായി പെറുക്കൽ. രാവിലെ ചെയ്തത് തന്നെയാണ് പിന്നെയും നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യുന്നത്. കഴുകൽ, പെറുക്കൽ, വൃത്തിയാക്കൽ, അടിച്ചുവരൽ, തൊടിക്കൽ, ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി മറ്റുള്ള പണികളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും വൈകുന്നേരം രാത്രിക്കുള്ള ചപ്പാത്തിയായി. അല്ലെങ്കിൽ എന്താണോ രാത്രിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞി, ചമ്മന്തി, പപ്പടം, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയായി. ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ നമുക്ക് നീങ്ങിപ്പോകുന്നത്. നമുക്ക് ദിവസങ്ങൾ സമയം പോരാ ഒന്നിനും. രണ്ട് കൈകൾ ഉണ്ടായിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് തീരുന്നില്ല. അപ്പോൾ ഇനി ആയോ നോക്കാം. നമുക്ക് മറിച്ചിടാൻ ആയിട്ടില്ല കേട്ടോ, മറിച്ചിടാനായിട്ടില്ല. നമുക്ക് ഇത്ര താമസമുണ്ട്. ഒന്ന് തിരിച്ചിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം കേട്ടോ. അപ്പം കരിവേപ്പിലയുടെ ഒരു സ്വാദും കൂടി ഇതിലേക്ക് പിടിക്കും. ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ ഇടാറില്ല, കരിവേപ്പില ഉള്ളപ്പോൾ ഇടും. ഇപ്പം കുറച്ച് കരിവേപ്പില കിട്ടി. കരിവേപ്പില നന്നാവുന്നില്ല എന്ന് എല്ലാം അങ്ങോട്ട് നാശമായി പോണു. കരിവേപ്പില ഇലയേ ഉണ്ടാകുന്നില്ല എല്ലാം. ഞാൻ എന്നിട്ട് അതിൻ്റെ കൂമ്പെല്ലാം ഒടിച്ച് കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് തണുപ്പ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറിച്ചെടുക്കാം. എന്നാലും ഇതൊക്കെ ഒടിച്ച് വെച്ചാൽ നമ്മുടെ സ്വന്തം കരിവേപ്പില കേട്ടോ. ഇതെല്ലാം നല്ല സൂപ്പർ കരിവേപ്പിലയാണ്, നല്ല മണമുള്ളത്. ചില കറിവേപ്പിലേക്ക് മണം ഉണ്ടാവില്ല, ഒരു കൊന്നേൻ്റെയൊക്കെ ചപ്പ് പോലെ ഉണ്ടാവും, ഒരു മണമില്ല. ചിലത് നല്ല നമ്മുടെ വീട്ടിലുള്ള നാടൻ കരിവേപ്പിലയാണ് ഏറ്റവും നല്ലത്. അത് നമുക്ക് വേനലായാൽ കിട്ടാനും പണിയാണ്. അപ്പോൾ എത്ര ചെയ്താലും തീരാത്ത ഒരു പണിയാണ് അടുക്കളപ്പണി. ആരും ഒട്ട് കാണുകയില്ല എന്തെല്ലാം ചെയ്തതെന്ന്. എന്നിട്ട് ലാസ്റ്റ് ഒരു ചോദ്യമാണ്, നീ എന്തെടുക്കുകയായിരുന്നു ഇവിടെ ഇത്രയും നേരം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? ഓരോ സമയാസമയങ്ങളിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ച് കൊടുക്കുന്നു ഇവർക്ക്, മക്കൾക്കായാലും. അപ്പോൾ എന്താ ചെയ്തത്, നീ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ എന്നുള്ളൊരു ചോദ്യവും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കേൾക്കുമ്പോഴാണ് അല്ലേ എനിക്ക് കാലിപ്പ്, എനിക്കെന്നല്ല എല്ലാവർക്കും. നമ്മളെടുത്ത ജോലി അവരത് കാണുന്നില്ല, അതിൻ്റെ മൂല്യം അവർ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മൂല്യം അവർ കാണുന്നില്ല. അതെന്താ, അതങ്ങനെ ചെയ്യുന്നു. ഇതെല്ലാം പെട്ടെന്നാകുമെന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കറി വെക്കണമെങ്കിൽ തന്നെ എത്ര കൂട്ടം, ഒരവിയൽ വെക്കണമെങ്കിൽ എത്ര കൂട്ടം സാധനം നമ്മൾ മുറിച്ചെടുത്താലാണ് അതെല്ലാം ഒരുക്കി പെറുക്കി, അതായത് അതിന് വേണ്ട രീതിയിൽ അത് ചെയ്ത് നമ്മളെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പണികളുണ്ടായില്ലേ. ആ പണികളെല്ലാം ചെയ്ത് ഒരവിയലായി വരുമ്പോൾ ഇതിനാണ് അപ്പോൾ ഇത്രയും നേരം പണി. ഇതിപ്പോൾ എന്താ അവിയലുണ്ടാക്കാൻ 2 കഷ്ണം അങ്ങോട്ട് മുറിച്ചു,
അടുപ്പത്തേക്ക് വെച്ചു, അതിനൊരരപ്പിട്ടു, പണി കഴിഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് ഇവർ ആരും കാണാത്ത, അതായത് കുറച്ച് ശ്രദ്ധിക്കാത്ത, വേറെ ആരും കാണാത്ത കുറച്ച് പണികളുണ്ടാവും നമുക്ക്. അതായത് അറിയാത്ത പണികൾ. പാത്രം കഴുകുക, ഒരു സ്പൂണാണെങ്കിലും ഒരു 10 പ്രാവശ്യം നമ്മളൊരു സ്പൂണ് കഴുകണം. അതൊന്നും ജോലിയിൽ അവർ കാണൂല. അതൊക്കെ നമുക്ക് ആ ജോലിയിലുള്ളതാണ്. ഒരു ഗ്ലാസ് എടുത്തു, ചായ കുടിച്ചു, അവിടെ വെച്ചു. മകനാണെങ്കിലും മകളായാലും ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് അവിടെ വെച്ച് അവരങ്ങ് പോകും. അതുപോലെ വേറെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അത് നേരത്തെ പറിച്ചിട്ടിട്ട് അവരങ്ങ് പോകും. അവർക്കത് അടുക്കി വെക്കണം എന്നുള്ള ചിന്ത ഇല്ല. അതിനാണ് അമ്മ. അതിൻ്റെ ബേക്കിൽ അമ്മയുണ്ടല്ലോ. അപ്പോൾ അമ്മ എങ്ങനെ അതിൻ്റെ ബേക്കിൽ നടന്നോളും, അടുക്കി പെറുക്കി വെക്കാനും അവർക്ക് വെള്ളം കുടിക്കാൻ കൊണ്ട് കൊടുത്ത ഗ്ലാസ് കഴുകാനും അടുക്കി പെറുക്കി വെക്കാനും ഒക്കെ അമ്മ പുറകിലുണ്ടാകും. അതാണ് എല്ലായിടത്തും എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന കാര്യം. മക്കളാണേലും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. എൻ്റെ അമ്മ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ടേബിളിൻ്റെ മുകളിൽ ഇന്ന സാധനം വരുന്നത്, അല്ലേ ഭക്ഷണം നമുക്ക് കൊണ്ടു തരുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അതിനുവേണ്ടി എന്തെങ്കിലും സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും അവരെ വേദനിപ്പിക്കുന്ന പോലെ പറയാതിരിക്കാം എന്നെങ്കിലും ചിന്തിക്കണം. അതും ചിന്തിക്കാത്ത കുട്ടികളാണ്. കുട്ടികളായാലും വലിയവരായാലും ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അങ്ങനെ ചിന്തിക്കാറില്ല. അമ്മമാർ ഇവരാരും അതിനെയും അടുക്കളയിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അത് വൃത്തിയായിട്ട് എങ്ങനെ അടുക്കള കൊണ്ടുപോകാം, അവരങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അവർ ചിന്തിക്കാറേ ഇല്ല. ടൈമിന് ഭക്ഷണം നമുക്ക് മേശപ്പുറത്ത് എത്തിയാൽ മാത്രം മതി. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എന്തോരം ഓടി നടന്ന അടുക്കളയിൽ കൂടി എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ അവർക്കും നമ്മളെ എന്തിനെങ്കിലും ഒന്നിനെ സഹായിക്കാനോ, സഹായിച്ചില്ലെങ്കിലും നമ്മളോട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനും അവർക്ക് കഴിയും. അപ്പം നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. മൂത്തു, നല്ലപോലെ മൂത്തു. നല്ല മീനായിരുന്നു കേട്ടോ. അപ്പം നല്ലപോലെ മൂത്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക്, ഷെയറും സപ്പോർട്ടും ചെയ്യണേ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ.